പണ്ടറക്കാട് മഹല്ല് ഖത്തീബ് ബഹുമാനപ്പെട്ട ഹാജി NP മുഹമ്മദ് മുസ്ലിയാർക്ക് പ്രവാസി കൂട്ടായ്മയുടെ സ്നേഹാദരവ്. മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക പരാധീനതയും നിറഞ്ഞ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ സ്വന്തം കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതോടൊപ്പം ജനിച്ചു വളർന്ന നാടിന്റെ ആത്മീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പൈതൃകങ്ങളിൽ നിന്നുകൊണ്ട് നാടിനും നാട്ടുകാരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി സർവാത്മന സന്നദ്ധരായ ഒരു കൂട്ടം പ്രവാസികളായ മഹല്ല് നിവാസികളുടെ ശ്രമഫലമാണ് പണ്ടറക്കാട് മഹല്ല് പ്രവാസി കൂട്ടായ്മ. കുട്ടിക്കാലങ്ങളിൽ ഒരുമിച്ച് കളിച്ചു നടന്നിരുന്ന കൂട്ടുകാർ ഉപജീവനം തേടി വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയെങ്കിലും നാടിന്റെ പുരോഗതിക്കായി ഒരേ മനസ്സോടെ ഒത്തൊരുമിക്കുന്നതും ഒരുമയോടെ ഒരേ ലക്ഷ്യത്തിനായി ഒന്നായതും ഈ കൂട്ടായ്മയുടെ ആത്മാർത്ഥ പ്രവർത്തന ഫലമാണ്. ഇന്ന് UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി പണ്ടറക്കാട് മഹല്ല് പ്രവാസി കൂട്ടായ്മ നാടിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ച് ആത്മാർത്ഥ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നാടിന്റെ ഭൗതിക പുരോഗതിയോടൊപ്പം ആത്മീയതയുടെ വഴിയിൽ വരും തലമുറയെ നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പള്ളി ദർസുകൾ മഹല്ലിൽ നിലനിർത്തുന്നതിനായി ഈ കൂട്ടായ്മ മുന്നിട്ടിറങ്ങി. നിരാലംബരായ നാട്ടുകാരിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ മടിച്ച് വിധിയുടെ കൈപ്പേറിയ അനുഭവം അയൽവാസിയെപ്പോലും അറിയിക്കാതെ സ്വന്തം കഷ്ടതകളിൽ ജീവിക്കുന്ന നാട്ടുകാരെ തിരിച്ചറിഞ്ഞ് മാസം തോറും ഒരു സാന്ത്വനമായി സാമ്പത്തിക സഹായം എത്തിക്കാനും ഈ കൂട്ടായ്മയിലൂടെ സാധിച്ചു. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും മറ്റനവധി ഭാവി പ്രവർത്തനങ്ങൾ ഇനിയും ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണ്ടറക്കാട് മഹലിൽ അരനൂറ്റാണ്ട് കാലമായി ആത്മീയ നേതൃത്വം നൽകി ദീനീ വിജ്ഞാനത്തിന്റെ നിറസാന്നിധ്യമായ മഹല്ല് ഖത്തീബ് ബഹുമാനപ്പെട്ട ഹാജി NP മുഹമ്മദ് മുസ്ലിയാരോടുള്ള സ്നേഹാദരവിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞത് ഈ കൂട്ടായ്മയുടെ വലിയ നേട്ടമായി കാണുന്നു. ഹാജി NP മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ളക്കുട്ടി ആമിന ദമ്പതികളുടെ 9 മക്കളിൽ മൂന്നാമനായി 1937 ബഹുമാനപ്പെട്ടവരുടെ ജനനം. മദ്രസ പഠനത്തിന് ശേഷം ദർസ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഉസ്താദ് അബ്ദുൾ ഖാദർ മുസ്ലിയാരുടെ ശിക്ഷണത്തിലായിരുന്നു. പിന്നീട് കടപ്പുറം അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, പണ്ടറക്കാട് ഖാദർ മുസ്ലിയാർ, കല്ലൂർ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, മുണ്ടച്ചിറ ഉണ്ണിമോൻ ഹാജി എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു തുടർന്നുള്ള ദർസ് വിദ്യാഭ്യാസ കാലം. കൂടാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അമരക്കാരൻ C. കോയക്കുട്ടി മുസ്ലിയാരുടെ കീഴിൽ ദീർഘകാലം മതപഠനം നടത്തുകയുണ്ടായി. പഠനകാലത്ത് തന്നെ പ്രഭാഷണ രംഗത്ത് കഴിവ് തെളിയിച്ച ഉസ്താദ് ഇന്നും ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വാഗ്മി കൂടിയാണ്. മഹല്ലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ മദ്രസ സ്ഥാപിക്കുന്നതിലും തുടർന്ന് സമീപ മഹല്ലുകളിലെ മദ്രസകൾ ആരംഭിക്കുന്നതിൽ മുൻകൈ എടുത്തതിലും ഉസ്താദിന്റെ പ്രവർത്തന പാഠവും തെളിയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, പാലുവായി റൈജ് സുന്നി മഹൽ ഫെഡറേഷൻ പ്രസിഡന്റ്, തൊഴിയൂർ യത്തീംഖാന മെമ്പർ എന്നീ പദവികളിലും ഉസ്താദിന്റെ അനുഗ്രഹീത സാന്നിധ്യം നിലനിർത്തിപ്പോരുന്നു. സൗമ്യമായ പെരുമാറ്റവും സ്നേഹവായ്പോടുകൂടിയ മനോഭാവവും ഉസ്താദിനെ പരിസര പ്രദേശങ്ങളിലെ ഖത്തീബുമാരിൽ നിന്നും വേറിട്ട് ദീർഘകാലം മഹലിൽ സേവനം നൽകാൻ സഹായകമായി. ഉസ്താദിനെ ആദരിക്കുന്നതിലൂടെ ഉസ്താദിന് പിറകിൽ നിന്നുകൊണ്ട് വർഷങ്ങളോളം ജമാഅത്തിൽ പങ്കെടുത്ത ഉസ്താദിന്റെ വാക്കുകൾ ശ്രവിച്ച മഹല്ല് നിവാസികളും നാടും ഇതോടെ ആദരിക്കപ്പെടുകയാണ്. ഇനിയും നാടിനും മഹല്ല് നിവാസികൾക്കും അണയാതെ കത്തി നിൽക്കുന്ന ദീപമായി സർവശക്തൻ ഉസ്താദിനെ മഹലിൽ നിലനിർത്തി തരട്ടെ. ആമീൻ.